കോൺഗ്രസ് നേതാക്കളുടെ ഗ്രൂപ്പ് തർക്കത്തിന്റെ ഇരയാണ് വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത മുള്ളൻകൊല്ലി പഞ്ചായത്ത് അംഗം ജോൺ നല്ലേടമെന്ന് മുള്ളൻകൊല്ലി പഞ്ചായത്ത് അംഗം കലേഷ്. ജോൺ നല്ലേടത്തെ മാനസികമായി കോൺഗ്രസ് നേതാക്കൾ പീഡിപ്പിച്ചു. ശക്തമായ അന്വേഷണം നടക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോൺഗ്രസ് നേതാവും മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ജോസ് നെല്ലേടം ഇന്ന് രാവിലെയാണ് ആത്മഹത്യ ചെയ്തത്. അവിടുത്തെ പുൽപ്പള്ളിയിലെ കർഷകനായ ഗ്രഹനാഥനെ വ്യാജ കേസിൽ ഉൾപ്പെടുത്തി ജയിലിൽ അടക്കപ്പെട്ട സംഭവത്തിൽ ആരോപണ വിധേയനായിരുന്നു. ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം പോലീസ് അടക്കം ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് രാവിലെയാണ് വീട്ടിനടുത്തുള്ള കുളത്തിൽ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും ഇതോടൊപ്പം പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ മെമ്പറായിരുന്ന കലേഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. വളരെ ജനകീയനായിരുന്നു ഈ ജോസേട്ടൻ. ഇപ്പോൾ ഇത്തരത്തിലൊരു കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്നുണ്ടായ ഒരു ഇരയായി ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഏത് വിധത്തിലാണ് ഇതിനെ CPM എന്ന നിലയിൽ പ്രതികരിക്കുന്നത്? ഞങ്ങൾ CPMന്റെ പ്രസ്താവന പുറകെ വരും. ഇത് ഞാൻ എൻ്റെ സഹപ്രവർത്തകൻ്റെ മരണത്തിൽ ഞാൻ എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് വലിച്ചഴച്ച കാര്യങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം പെരിക്കല്ലൂർ കാനാട്ടുമല തങ്കച്ചനെ ജയിലിലടച്ചുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിട്ടുണ്ടായ കെട്ടിച്ചമച്ച കുറേ കഥകളുടെ ബാക്കിയായിട്ടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസേട്ടൻ ഞങ്ങൾക്ക് നഷ്ടമായിട്ടിരിക്കുന്നത്. NM വിജയന് ശേഷം വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുണ്ടായ അപജയത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഞങ്ങളുടെ സ്വന്തം ജോസേട്ടൻ മരണം വരിച്ചിരിക്കുന്നത്. അതിന് ഉത്തരവാദികൾ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയാണ്. ഏത് തരത്തിൽ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ താങ്കൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്? കാരണം ഇത്തരത്തിൽ ഗ്രൂപ്പ് പോലെ ശക്തമായി നിലനിൽക്കുകയാണ് മുള്ളൻകൊല്ലിയിൽ. ഇയാൾ കൃത്യമായി തന്നെ ഇരയായിരുന്നു. ഈ ഗ്രൂപ്പ് പോരിൻ്റെ ഒരു ഇരയാണ് ജോസേട്ടൻ. പല പ്രാവശ്യങ്ങളിലും ഒരാഴ്ചയായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ പേരടക്കം ഈ ഗ്രൂപ്പിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ജോസേട്ടനാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാനാട്ടുമല തങ്കച്ചനെ അറസ്റ്റ് ചെയ്യാൻ കാരണം ജോസേട്ടനാണെന്ന് എതിർ ഗ്രൂപ്പുകാർ പ്രചരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ജോസേട്ടൻ വളരെ വിഷമത്തിലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ജോസേട്ടൻ ഇത്രയ്ക്കും ഒരു ബോൾഡായിട്ടൊരു മനുഷ്യനായിരുന്നു. ഏത് വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഞങ്ങളോടൊപ്പം തോളോട് ചേർന്ന് വർക്ക് ചെയ്ത ഒരു പൊതുപ്രവർത്തകനെയാണ് പെരിക്കല്ലൂരിനും മുള്ളൻകൊല്ലിക്കും വയനാടിന് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ ജോസ് നെല്ലേടത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയരുകയാണ്. ഏതായാലും ഇപ്പോൾ മരണപ്പെട്ട ജോസ് നെല്ലേടത്തിൻ്റെ മൃതദേഹം ഏതായാലും ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. എന്നാലും വൈകിട്ട് തന്നെ സംസ്കാരം ഉണ്ടാകുന്നതിനാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഗുരുതര ആരോപണം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വന്ന സ്ഥിതിക്ക് ഇതിന് കൃത്യമായ ഒരു മറുപടി ഏതായാലും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും അതോടൊപ്പം ജില്ലാ നേതൃത്വത്തിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വയനാട്ടിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്.